വിദ്യാഭ്യാസ അവാർഡ് എങ്ങനെ ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത് ഞാൻ നോക്കിയില്ല. ഞാനൊരു കാര്യം ചെയ്തു, അത് നിങ്ങൾ പറഞ്ഞേക്കും. ഇവിടുത്തെ MLA-മാരും അത് പഠിക്കുന്നതുകൊണ്ടാണ്. +2 ഫുൾ A+ കിട്ടിയ SSLC +2 വിദ്യാർത്ഥികൾക്ക് MLA-യുടെ വകയായ ഒരു പ്രത്യേക അവാർഡ് കൊടുക്കും. എല്ലാ പിള്ളേരും ഒരുമിച്ച് പഠിച്ചു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മുഴുവൻ പിള്ളേരെ വിളിക്കും. ആ പിള്ളേർക്ക് ഉച്ചയ്ക്കാണ് ഊണ് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ നിലനിൽക്കുന്ന വിധത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ അതൊരു മൊമെന്റോ അത് വെറുതെ രണ്ടുപേരെ കൊടുക്കാതെ പിള്ളേർ ഓർമ്മിച്ച് സൂക്ഷിക്കുന്ന നിലയിലുള്ള കൊടുക്കും. അതൊരു കാര്യം. അപ്പം അത് ചെയ്യണം. അതെന്തായാലും ഒരു കോഴ്സല്ല, കുഞ്ഞുങ്ങൾക്കൊരു കോഴ്സാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പഴയ പള്ളിക്കൂടം എന്ന് പറയുന്നത് SMB ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇപ്പോൾ നമ്മുടെ പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ സ്കൂളാണ്. അവിടെ എത്ര ബുദ്ധിമുട്ടുള്ള സാറന്മാരുണ്ടെങ്കിൽ ഞാൻ വഴക്കാം. 28% പിള്ളേരെ ജയിക്കുള്ളൂ. എന്തൊരു കഷ്ടകാലമാണ്. 28%. ഞാൻ 1600 പിള്ളേരാണ്. ഞാനൊരു ദിവസം അവിടെ ചെന്നു. രോഗമാണ് മുഴുവൻ പിള്ളേരും ഇങ്ങനെ നേരെ തിരുമ്പണം. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും 2 കൂട്ടരും എഴുന്നേറ്റിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ചോദിച്ചു, ഈ കൊല്ലം ജയിക്കും എന്ന് ഉറപ്പുള്ളവർ അവിടെ ഇരുന്നോളാം. ആരും ഇരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വർഷം തോക്കും എന്ന് ഉറപ്പുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. ആരും ഇരുന്നില്ല. അപ്പം ഞാൻ കൃത്യമായിട്ട് അരിശം തോന്നി. മനസ്സിലരിശെല്ലാം വരച്ച് അഭിനയിച്ചു. അയാളുടെ സ്റ്റേജിൽ നമ്മുടെ ഓപ്പൺ മൈക്ക് ഉണ്ടായിരുന്നു. മൈക്കുമായിട്ട് താഴെ റൈറ്റ് ഞാൻ ചൂടായി, ഭയങ്കര ക്ഷോഭിച്ചു. ഒന്നെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ തോക്കണം. ഇത് തന്നെ നിങ്ങൾ കളിയാക്കുക, മര്യാദ കേട്ട കുഞ്ഞുങ്ങളാണ്. ഭയങ്കര ക്ഷോഭിക്കുക. ഉടനെ ഒരു പെൺകുട്ടിയെ അവിടെ എല്ലാവരും നിൽക്കുകയാണ്. പെൺകുട്ടി പറഞ്ഞു, അങ്ങളെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ ചെയ്താ ജയിക്കാനും തോക്കാനും സാധ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാനും ന്യായമല്ല പറഞ്ഞു. അപ്പം ഞാൻ ക്ഷോഭിച്ചിട്ട് കാര്യമുണ്ടോ? അവളെ സംബന്ധിച്ച് ജയിക്കാൻ സാധ്യതയുണ്ട്, തോക്കാനും സാധ്യതയില്ല. ഇനി തോക്കെന്ന് പറഞ്ഞിരിക്കാൻ അവളില്ല, ജയിക്കെന്ന് പറഞ്ഞിരിക്കാൻ അവളില്ല. അപ്പം ഞാൻ ചോദിച്ച മുഴുവൻ കുട്ടികൾ ആ ചിന്താഗതി. വലിയ ദുഃഖം തോന്നി. 28-29% കൂടുതൽ വിദ്യാഭ്യാസം. ഞാൻ പിന്നെ തിരിച്ച് സ്റ്റേജിലോട്ട് അവിടെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈ വർഷം നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ ഞാനും കൂടെ പന്തായി നിൽക്കുകയാണ്. ആ പന്തായി ഇതാണ്, മുഴുവൻ പിള്ളേരും 100% പിള്ളേരും ജയിച്ചാൽ ജയിക്കുന്ന പിള്ളേർക്കും ജയിക്കാൻ വേണ്ടി നിങ്ങൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കും ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും കോഴി ബിരിയാണി തരുന്നതാണെന്ന് കേൾക്കുന്നു. ഭയങ്കര അപ്പൊ സാറന്മാർക്ക് കൊടുക്കും, 10ാം ക്ലാസ് എഴുതുന്ന പിള്ളേർക്ക് കൊടുക്കും, 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് കൊടുക്കും. അപ്പൊ 1600 ബിരിയാണി ആയിക്കോട്ടെ, 10,000. പക്ഷെ തിരിച്ചെനിക്കൊരു കാര്യമുണ്ടല്ലോ, 100% ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ 140 പിള്ളേർ 140 എണ്ണവും കൂടി ഈരാറ്റുപേട്ട വന്ന് ഏതെങ്കിലും ഒരു ചായക്കടയിൽ ഒരു ചായ മേടിച്ച് 140 പേര് കൂടെ പിടിച്ച് എനിക്ക് കൊണ്ടുവരണം. ഒറ്റ ചായ അത് നിർത്തണം. 140 എണ്ണം കാണണം. ഈ 10,000 സ്വീകരിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഇരിക്കാവും. മുഴുവൻ പിള്ളേരും അവ 10,000 ഫിക്സ് ചെയ്യും. വളരെ അത്ഭുതകരമായ അതാണ്. ഞാൻ ഈ 10,000 വെച്ചപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ മിക്കവാറും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ടീച്ചർമാരും മാനിച്ച് പഠിപ്പിക്കുകയാണ്. ഈ 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ റോഡിൽ ഇറങ്ങാൻ തമ്മിക്കാണ്. മറ്റേ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാം പ്രാർത്ഥനയാണ്. ഇവരെ എല്ലാവരെയും ജയിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ അത്ഭുതം തോന്നി. ആ SMB സ്കൂളിലെ 98% പിള്ളേർ ജയിച്ചു. 29 നിന്നാണ് ഈ 98%ലേക്ക് വന്നത്. ഇത് 1998-ലാണ് പറയുന്നത്. 97-98. ഇന്നും ആ വിജയം നിലനിർത്തുക ആ സ്കൂൾ. ഇത് ഒരു മാതൃകയാക്കിക്കൊണ്ട് എൻ്റെ നിയമത്തിൽ മുഴുവൻ സ്കൂളിൽ ഇതുപോലെ ഉണ്ടായിരിച്ചു. 98 പേര് ജയിച്ചു. അപ്പോൾ ഞാൻ തോറ്റതായിട്ട് സംഭവിച്ചു. കാരണം നിയമമനുസരിച്ച് എനിക്ക് ചായ കെട്ടാൻ ഞാൻ ബിരിയാണി കൊടുക്കണ്ട. കാരണം പിള്ളേർ 98 100ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ തോറ്റതായിട്ട് സമ്മതിച്ചു. കോഴി ബിരിയാണി തരികയാണ്. പിറ്റേ ആഴ്ച പിള്ളേർക്കെല്ലാം കോഴി ബിരിയാണി കൊടുത്ത് സാറന്മാർക്കെല്ലാം സന്തോഷം. ഇപ്പോഴും ആ വിജയം നിലനിർത്താൻ ശ്രമിച്ചു. ഈ 10,000 നിയോജകമണ്ഡലത്തെ മുഴുവൻ സ്കൂളിൽ വെച്ചു. എല്ലാ സ്കൂളിലും പറഞ്ഞ പോലെ കോഴി ബിരിയാണി കൊടുത്തു.
ഇപ്പൊ പുതിയതായിട്ട് നിയോജകമണ്ഡലത്തിൽ ചേർന്ന 2 സ്കൂളിൽ മാത്രം ഒരു നന്നായി കൊടുക്കുക. അത് കൊടുക്കും, ഈ വർഷം കൊടുക്കാം. എല്ലാ സ്കൂളിലും വിജയം ഇപ്പൊ ഓൾ പാസ് ഉണ്ടല്ലോ, അതില്ലാതെ തന്നെ എന്നെ കൊണ്ട് നിയമത്തിൽ കുഞ്ഞുങ്ങൾ ജയിക്കുക. റാങ്കുകൾ കിട്ടാറുണ്ട്, ഡിഗ്രിക്ക് റാങ്ക് കിട്ടാറുണ്ട്, MA ക്ക് റാങ്ക് കിട്ടാറുണ്ട്. ഞാൻ വളരെ സന്തോഷമാണ് വിദ്യാഭ്യാസ കാര്യം.